അപ്പോൾ ഞാൻ കുറച്ച് തിങ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഡാർക്കോറ എന്ന് പറയുന്നതാണ്, പെർഫ്യൂം. ഇതെന്താണെന്ന് നമുക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ, ബിക്കോസ് എൻ്റെ സെൻറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇത് ഫസ്റ്റായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യണത്. സോ ഇതെങ്ങനെയുണ്ടെന്ന് അറിഞ്ഞുകൂടാ, ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത് പൗണ്ട്ലാൻഡിൽ നിന്നാണ് കേട്ടോ. പൗണ്ട്ലാൻഡ് എന്ന് പറയുന്നത് ഇവിടെ 1 പൗണ്ടായിരിക്കും. അവിടെ ഏത് പോയി എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് 1 പൗണ്ടാണ് പൗണ്ട്ലാൻഡിൽ നിന്നും. പിന്നെ കുറച്ച് ഐസ്ലാൻഡ് അങ്ങനെയുള്ള കടയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഐറ്റം. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ആക്ച്വലി നമ്മൾ നാട്ടിൽ നിന്ന് ഒരു മോയ്സ്ചറൈസറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബട്ട് അതൊക്കെ തീർന്നു. ബിക്കോസ് ഇവിടുത്തെയും ഈ കാറ്റിൻ്റെ ഈ ഒരു ഇതായതുകൊണ്ട് ബോഡിയിലൊക്കെ ഭയങ്കര നമുക്കിങ്ങനെ ഒരുമാതിരി കാറ്റടിച്ചൊരവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ ഒരെണ്ണം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് ഒലീവ് ഓയിൽ ക്രീം ഡീപ്ലി മോയ്സ്ചറൈസസ് ആൻഡ് ഹൈഡ്രേറ്റ് സ്കിൻ. 500 ml ആണ്. ഇതും 1 പൗണ്ടാണ് കേട്ടോ. പിന്നെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും നോക്കിയില്ല, നമുക്കിങ്ങനെ കെട്ടിയപ്പോൾ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് സോ ആഫ്റ്റർ ബാത്ത് ഓർ ഷവറിന് ശേഷം ഉപയോഗിക്കാമെന്നാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അവോയ്ഡ് കോണ്ടാക്ട്സ് വിത്ത് ഐസ് ചിൽഡ്രനിൽ നിന്ന് കീപ്പ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ ഇതിലും കാണുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല സ്മെല്ലുള്ളൊരു സാധനമാണ്. ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാനന്ന് ജസ്റ്റ് എൻ്റെ ഇങ്ങനെ കയ്യിലൊന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി മോയ്സ്ചറൈസറാണെന്ന് തോന്നണം കേട്ടോ. അത്യാവശ്യം നല്ല നറിഷിങ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെയും റിവ്യൂ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഫേസ് വാഷാണ്. ആക്ച്വലി ഞാൻ ഫേസ് വാഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, ബട്ട് ഇവിടെ ഫേസ് വാഷ് ഭയങ്കര അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു ടീ ട്രീയുടെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തു. ഡെയിലി യൂസ് ക്ലെൻസിങ് ആണ്. ഫോമിങ് ഫേസ് വാഷ് ഫോർ ക്ലീൻ ആൻഡ് ഹെൽത്തി സ്കിൻ. ഇറ്റ്സ് 200 ml ബോട്ടിൽ. സോ ഇത് നമ്മളിങ്ങനെ പമ്പിങ് ടൈപ്പാണ് കേട്ടോ. ഇതും നമ്മുടെ പൗണ്ട്ലാൻഡിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നും ഓരോ പൗണ്ടാണ്. 3 പൗണ്ടിന് വാങ്ങിച്ചാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചെന്നറിയാം ഈ ഒരു ബോഡി സ്ക്രബാണ്. നമ്മുടെ ബോഡി ലീജണ് എൻ്റെ കയ്യിൽ മറ്റേ നമ്മുടെ പൂ പോലത്തെ വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ്. പക്ഷേ അതിവിടെ ഭയങ്കര വെയിറ്റായിട്ട് തോന്നുന്നു, വെള്ളം മൊത്തം എടുത്ത് കഴിയുമ്പോൾ അത് വലിക്കുന്നില്ലാത്തൊരവസ്ഥ. അപ്പോൾ പിന്നെ ഇതൊരെണ്ണം എനിക്ക് ഭയങ്കര ആവശ്യമാണ്, ഇങ്ങനത്തെ ഒരു സംഭവം. അത് വാങ്ങിച്ചു. പിന്നെ ഒരു ലഞ്ച് ബോക്സ്, മൈക്രോവേവിൽ വെക്കുന്ന ലഞ്ച് ബോക്സ്. ആക്ച്വലി നമ്മളിവിടെ ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധാരണ സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ആയിരുന്നു, മറ്റേ ഏതോ ഒന്നിൻ്റെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് മൈക്രോവേവിൽ ചൂടാക്കാൻ പറ്റില്ല. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നമ്മൾ മൈക്രോവേവിൽ ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ആശ്വാസം കിട്ടും. അതുകൊണ്ട് ഇത് ഞങ്ങളെല്ലാവരും ഓരോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് 2 പൗണ്ടാണ്. ഇതും നമ്മൾ പൗണ്ട്ലാൻഡിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. 2 പൗണ്ടാണ്. 1 ലിറ്ററിൻ്റെ 2 പൗണ്ട് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 1.5 ലിറ്ററിൻ്റെ 2.50 അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിക്കുന്ന സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇത് 2 for 3 പൗണ്ട്സ്. 2 for 3 പൗണ്ട്സ് ആയിരുന്നു. ഇത് എന്താണ്, സൺബൈറ്റ്സ് വോൾഗ്രെയിൻ സൺ റൈപ്പൺ സ്വീറ്റ് ചില്ലി. സോ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ഇതിൻ്റെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചുമ്മാ ഒരു സ്നാക്ക് പോലെ എടുക്കണ്ടേ എന്ന് വിചാരിച്ചാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഈ സാറ്റർഡേ തേഴ്സ്ഡേ എന്ന് പറഞ്ഞ ഡേയിൽ ഇങ്ങനത്തെ ദിവസങ്ങളിൽ ടർക്കിഷുകാർ ചെറുതായിട്ട് ഇങ്ങനെ വെളിയിൽ ഔട്ട് സൈഡ് റോഡിൻ്റെ സൈഡ് ഭാഗത്തായിട്ടൊക്കെ ഇങ്ങനെ ഷോപ്സ് നടത്തും. അപ്പോൾ അവരാണ് ഏറ്റവും വിലക്കുറവിൽ ആ സമയത്ത് വിൽക്കുക. അന്ന് നമ്മൾ ഒരു മാർക്കറ്റാണ്, അവിടെ പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറേ സാധനങ്ങൾ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കപ്പ അങ്ങനത്തെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇതൊക്കെ പേഴ്സണലായിട്ട് വാങ്ങിച്ചാണ്. ഇതാണ് നമ്മുടെ റാസ്ബെറി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഒരു ടേസ്റ്റില്ല, ഒന്നും കാണാനുള്ള ഭംഗിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും ഓരോന്നെടുത്തു. 2 ബോക്സ് 2 പൗണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് ഷെയർ ചെയ്തു. ഒരു ബോക്സ് ഞാൻ എടുത്തു, ഒരു ബോക്സ് വേറെ ചേച്ചി എടുത്തു, അങ്ങനെയാണ് എടുത്തത്. പക്ഷേ നമുക്കത് ഒരു ടേസ്റ്റുമില്ല കേട്ടോ. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അത്. പിന്നെ വാങ്ങിച്ചത് ബ്ലൂബെറി.
ബ്ലൂബെറി ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഇത് ഇങ്ങനെയാണോ ബ്ലൂബെറിയുടെ ടേസ്റ്റ് എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതും വലിയ മധുരമൊന്നും പറയാനില്ല, ബട്ട് കുഴപ്പമില്ല, ആ ഒരു ഇതിലിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത് കമ്പയർ ടു റാസ്ബെറി ഇത് കുഴപ്പമില്ല, അത്യാവശ്യം കഴിക്കാൻ പറ്റും. പക്ഷേ റാസ്ബെറി ഒട്ടും കഴിക്കാൻ പറ്റില്ല. ഇനി വല്ലതും ജ്യൂസ് പോലെ എന്തെങ്കിലും അടിച്ച് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കുമോ എന്നറിയാം. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ റാസ്ബെറി. 2 ബോക്സ് 1.5 പൗണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഇത് ഓറഞ്ച്. ഇവിടെ വന്നതിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സിൽ ഏറ്റവും അടിപൊളി ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല, അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റാണ്. സോ ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഇത് നമ്മൾ ഐസ്ലാൻഡിൽ നിന്ന് വാങ്ങിച്ചാണ് 1 പൗണ്ട്. പിന്നെ വാങ്ങിച്ചത് പിന്നെന്താണ്, ഒരു ക്യൂക്കമ്പർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വെജിറ്റബിളാണ്. അത്യാവശ്യം ഇപ്പം നമ്മൾ ലഞ്ച് എടുത്തുകൊണ്ട് പോകുമ്പം കുറച്ച് ഇങ്ങനെ കരിഞ്ഞെടുത്തുകൊണ്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടൊരു ക്യൂക്കമ്പർ വാങ്ങിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വാങ്ങിച്ചത്. ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ, ഈ ചിപ്സിൻ്റെ ഒക്കെ. ഹലോ ഓൾ, അപ്പം നമുക്കിതിൻ്റെ റിവ്യൂ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഞാനതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വേറൊരു വീഡിയോ ഇടുന്നതിലും ഭേദം നമുക്കിതിൽ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം അല്ലേ. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിച്ച XBC എന്നാണ് ഇതിൻ്റെ ഒരു പേര് കേട്ടോ. XBC ബോഡി ക്രീം എന്നാണ് കേട്ടോ. ഒലീവ് ഓയിൽ ക്രീം. സോ ഒലീവ് ഓയിലിൻ്റെ കണ്ടൻറ്റാണ് കൂടുതൽ ഇതിലുള്ളത്. സോ ഇന്നലെ ഞാനൊന്ന് യൂസ് ചെയ്തായിരുന്നു. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ സ്കിന്നിനൊരു പുതു ജീവൻ വന്നതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള നറിഷ്മെൻറ്റാണ്. സ്കിന്നിനൊരു ബ്രീത്ത് കിട്ടുന്ന പോലെ എനിക്കുണ്ടായിരുന്നു. ബിക്കോസ് നമ്മുടെ നാട്ടിലത്തെ യൂസ് ചെയ്യുന്നതിലും എന്തുകൊണ്ടും ഭേദം ഇവിടുത്തെ യൂസ് ചെയ്യുന്നത് തന്നെയായിരുന്നു. സോ നല്ല ക്രീമി ടെക്സ്ചറാണ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നല്ല ക്രീമി ടെക്സ്ചറാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ഫുള്ളായിട്ട് തന്നെയുണ്ട്. ഇത് നമ്മുടെ കയ്യിലൊന്ന് ചുമ്മാ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എനിക്കിതിൽ കണ്ടാലും മനസ്സിലാവുമെന്നറിയില്ല, പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള നറിഷ്മെൻ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോയ്സ്ചർ ചെയ്യുന്നുണ്ടത്. നമുക്ക് ആ ഒരു ടെക്സ്ചർ നമുക്ക് ഫീലാവും നമ്മുടെ കയ്യിൽ. ഞാനിവിടുത്തെ നമ്മുടെ ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ നോക്കിയെടുത്തല്ല. നമ്മളവിടെ പോയി നമ്മൾ പൗണ്ട് ലാൻഡിൽ പോയി ഇപ്പം നമുക്ക് അത്യാവശ്യം ഉള്ള മണി വെച്ചിട്ട് എടുക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയതാണ്. അങ്ങനെ എടുത്താണിത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൗണ്ട് ലാൻഡിൽ നിന്ന് എടുത്താണ്. സോ പൗണ്ട് ലാൻഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവിടെ ഏറ്റവും കൂടുതൽ 1 പൗണ്ടിൻ്റെ സാധനങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ അത്യാവശ്യം നമ്മുടെ കോൾഗേറ്റ് പോലുള്ള സംഭവം, അതുപോലെ നമ്മുടെ ഷവർ ജെല്ല്, ഫേസ് വാഷ്, അങ്ങനെയുള്ള ഈ മോയ്സ്ചറൈസർ, പൗഡേഴ്സ്, ഫൗണ്ടേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, പിന്നെ കുറേ ഈറ്റബിൾസ്, അങ്ങനെയുള്ള പകുതിയോളം നമുക്ക് 1 പൗണ്ടിന് കിട്ടും. അപ്പോൾ അവിടെ മോസ്റ്റ്ലി ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ 1 പൗണ്ടായിരിക്കും. വീതിയുള്ളത് ഒരു 2 പൗണ്ട് 3 പൗണ്ട് അങ്ങനെ തന്നെയാണ്. പൗണ്ട് ലാൻഡ് പോലെ തന്നെയാണ് ഐസ്ലാൻഡ് എന്നും പറയുന്നത്. ഐസ്ലാൻഡ് കുറച്ചും കൂടി ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. പൗണ്ട് ലാൻഡിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഐസ്ലാൻഡിൽ വാങ്ങാം. ഐസ്ലാൻഡിൽ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ഈറ്റബിൾസ് ഉണ്ടാവും. അവിടെയും നമുക്ക് സെക്ഷൻ ബൈ സെഷൻ ആയിരിക്കും. 1 പൗണ്ട് 2 പൗണ്ട് 3 പൗണ്ട് 5 പൗണ്ട് 7 പൗണ്ട് അങ്ങനെ നമുക്ക് സെഷൻ ബൈ സെഷനായിട്ട് നമുക്കിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള നമുക്ക് പോയി എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ക്രീം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ നറിഷ്മെൻ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പ്രേ ആയിരുന്നു, ബോഡി സ്പ്രേ ആണ്. സോ ഇതിനും നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ. ഇതും 1 പൗണ്ട് തന്നെയാണ്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 1 പൗണ്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മെല്ലുണ്ട്. നാളെ തൊട്ട് ഇനി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഇത് വേണം അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഇത് എത്ര നേരം ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുള്ളതെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. ഇത് 1 പൗണ്ടാണ് കേട്ടോ. സോ 1 പൗണ്ടിന് എനിക്കിത് വർത്തായിട്ട് തന്നെയാണ് തോന്നി. ഇപ്പം ഞാൻ വാങ്ങിച്ച 2 കാര്യങ്ങളും വർത്തായിട്ട് തന്നെ തോന്നുന്നു. പിന്നെ ഉള്ളത് ഈ ഒരു സ്നാക്കായിരുന്നു.
സോ ഈ ഒരു സ്നാക്ക് തന്നെ 2 സ്നാക്ക് 3 പൗണ്ടിനാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഞാനിങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഉണ്ടാകുന്നത് ഇതിനുള്ളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കവേഴ്സാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കവേഴ്സാണ് കേട്ടോ. അങ്ങനെ ഒരു 6 കവറുണ്ട്. 6 കവറുണ്ട് ഇത്. ഞാൻ നോക്കാൻ കാണിച്ചു തരാം. സോ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴത്തേക്കും പോലെ തന്നെ കല്ല് വെച്ച് കടിച്ചു പൊട്ടിക്കാം. യെസ്, സോ ഇതുപോലൊരു ചിപ്സാണ്. അത്യാവശ്യം കുറച്ച് എരിവും പുളിയും പിന്നെ എന്തൊക്കെയോ ചേർന്നൊരു മസാല. ഒരുപാട് നല്ല ടേസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ വിശന്നിരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കുറിക്കണമെന്നുള്ളൊരു രീതിയാകുമ്പോൾ നമുക്കിത് കഴിക്കാൻ പറ്റും. 100% വോൾ ഗ്രെയിനാണ്. ഇപ്പം നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. എൻ്റെ സൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാകും. നല്ല ക്രിസ്പിയാണ്. ഇതും അതുപോലെ തന്നെ തായ് സ്വീറ്റ് ചില്ലി എന്ന് പറയും, പൊട്ടറ്റോ ചിപ്സ്. അതും പൊട്ടറ്റോ തന്നെയാണ്. ഇതിനകത്ത് തന്നെ 6 തൊട്ട് 7 കവേഴ്സ്, കുഞ്ഞു കുഞ്ഞു കവേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അത്രയാണ്. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച നമ്മുടെ ഓറഞ്ച് ഞാനിങ്ങനെ ഒരു ബോക്സിനകത്തേക്ക് ഇട്ട് വെച്ചു. ഓറഞ്ച് അടിപൊളിയാണ് പലത്. പിന്നെ ഇവിടുത്തെ എന്ന് വെച്ചാൽ കുരുവില്ലാത്ത ഓറഞ്ചാണ്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. അത്യാവശ്യം നല്ല അടിപൊളി സ്വീറ്റാണ് കേട്ടോ. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഓറഞ്ച് കഴിച്ചിട്ടില്ല. ഇതിനു മുന്നേ ഞാൻ ഇങ്ങനത്തെ ഓറഞ്ച് കഴിച്ചിട്ടില്ല. ഞാൻ പണ്ട് തൊട്ടൊരു ഓറഞ്ച് ഭ്രാന്തിയാണ്. ഇപ്പോൾ ഈ ഒരു ഓറഞ്ചും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇത് ഞാൻ വീക്ക്ലി ഞാൻ പോയി വാങ്ങിക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരിതാണ്. സീഡ്ലെസ് ആണ് ഇത്. നമുക്ക് 1 പൗണ്ടാണ്. ഓറഞ്ച് തന്നെ അകത്ത് നമുക്ക് സീഡ്സ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പൊളിച്ച് കാണിക്കാൻ പറ്റുമെങ്കിൽ അല്ല, ഇങ്ങനെ നമുക്കിരിക്കും. പക്ഷെ നല്ല അടിപൊളി സ്വീറ്റാണ്. നല്ല അടിപൊളി മധുരം, പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിവിടെ വന്നിട്ട് എല്ലാ വീക്സും ഞാൻ പോയി വാങ്ങിക്കാറുണ്ട് ഇത്. വേറെ എന്ത് വാങ്ങിച്ചില്ലെങ്കിലും ഇത് വാങ്ങിക്കാറുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല വിശപ്പിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്രാവിങ്സൊക്കെ തോന്നുമ്പോൾ ഇത് കഴിക്കാനും പറ്റും. നല്ലൊരു ഫീലിംഗ് ആയിട്ടും തോന്നും. ലഞ്ചിനാണെങ്കിലും നമുക്കിത് എടുത്തുകൊണ്ടൊക്കെ പോകാം. അടിപൊളിയാണ് കേട്ടോ അത്. പിന്നെ ഇന്നലെ വാങ്ങിച്ച റാസ്ബെറി, ഇതാണ് വാങ്ങിച്ചതിൽ കുറച്ച് മോശമായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ, ഞങ്ങൾ ആരും എടുത്തില്ല. ഇന്നൊരു ഷെയ്ക്ക് അടിച്ച് കുടിച്ചാലോ എന്ന് തോന്നുന്നത് ഇതിനകത്ത് ഇങ്ങനെ പോപ്പിലൊക്കെ വന്ന് തുടങ്ങിയിട്ടാണ്. ഇത് മൊത്തത്തിൽ ലോസ് ഓഫ് മണി ആയിപ്പോയി. ഇത് മൊത്തം ഇനി എടുത്ത് കളയാനേ പറ്റുള്ളൂ. പോയി, ഒട്ടും കൊള്ളില്ല. ഇതിൻ്റെ ടേസ്റ്റ് ഒരു കാശിനുള്ളിൽ ഇങ്ങനെ തന്നെയാണ് ഇനി റാസ്ബെറിയുടെ ടേസ്റ്റ് എന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട്. ബ്ലൂബെറി അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ കഴിച്ച് നോക്കിയിരുന്നു. ബ്ലൂബെറി അത്യാവശ്യം നല്ല ടേസ്റ്റ്. നോക്കി നമ്മുടെ ഇതിൻ്റെ ഉൾഭാഗം, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. വലിയ മധുരമില്ല, പൊളിയില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. പക്ഷേ കുഴപ്പമില്ല, കഴിക്കാം. കമ്പയർ ടു റാസ്ബെറി നമുക്കത് കഴിക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. ഇത് വർത്ത് ഫോർ മണിയാണ്. 2 എണ്ണം 1.5 പൗണ്ടാന്ന് തോന്നുന്നു. ഇത് വർത്ത് ഫോർ മണിയാണ്. പക്ഷേ റാസ്ബെറി ഒട്ടും കൊള്ളില്ല. ഇനി നമുക്ക് കിട്ടിയതിൻ്റെ ഇങ്ങനത്തെ മോശപ്പെട്ടതാണോ കിട്ടിയെന്ന് പറഞ്ഞുകൂടാ. അപ്പം എഴുതുന്നുണ്ട്. അങ്ങനെ റാസ്ബെറി എല്ലാം താഴെ പോയിരിക്കുന്നു. ഇത് മൊത്തം നേരെ റാസ്ബെറി ഇത്രയും ബാസ്ക്കറ്റിലേക്ക് അയക്കണം. ഇല്ലെങ്കിൽ ഇതിൽ നല്ലത് മാത്രം ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് ഷെയ്ക്ക് അടിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒന്നും കൊള്ളില്ല. ഇങ്ങനെ കേട്ടോ. നമ്മുടെ മൽബറിയുടെ ഒരു ഇതുണ്ടെങ്കിലും പുളിയുണ്ട്, മൽബറിയുടെ പുളിയുണ്ട്. പക്ഷേ വേറെ ടേസ്റ്റൊന്നുമില്ല, എല്ലായിട്ടൊന്നും കൊള്ളില്ല. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഭംഗിക്ക് വാങ്ങിച്ചാണ്, പക്ഷേ കൊള്ളില്ല.
പിന്നെന്താണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനിയും പുറത്തൊക്കെ പോകുമ്പം കുറച്ച് വീഡിയോസും അതുപോലെ വാങ്ങിക്കുന്ന ഷോപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാം. ഇപ്പോൾ നമ്മളിവിടെ വന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതൊരു ചെറിയ റിവ്യൂ പോലെ കാണിച്ചാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ബൈ ബൈ.